എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പതിവ് ജോലികളും വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അടുക്കളയിൽ വന്നിട്ടുണ്ട്. കഞ്ഞി ഞാൻ തിളപ്പിച്ച് വാർത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം തന്നെ നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് തീയൽ വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേണ്ടേ രാവിലെ ഉരുളക്കിഴങ്ങ് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഒരു കഷ്ണം ക്യാബേജ് നമ്മൾ ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്ത് ഞാനൊന്ന് വെളിയിൽ വെച്ച് ഒന്ന് തണുപ്പ് പോകാനായിട്ട് വെച്ചിരിക്കുവാണ്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് അതൊരു തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്ന് കഴുകിയൊക്കെ എടുക്കുവാണ്. അപ്പോഴത്തേനും നമുക്ക് തീയൽ വെക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം തീയലിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുമ്പൊക്കെ ഞാൻ എല്ലാം ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് തീയൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ അത് വെക്കുവാണെങ്കിൽ രാഹുലിനും ചേട്ടനും ഒക്കെ നല്ല ഇഷ്ടമാണ്. ചില കറികളൊന്നും രാഹുൽ കൂട്ടത്തില്ലെങ്കിൽ ഇതുപോലുള്ള കറി തീയലുകളൊക്കെ ഇഷ്ടമാണ്. പാവയ്ക്ക തീയൽ ഒഴിച്ച് ബാക്കി എല്ലാ തീയലും അവന് കൂട്ടുവേ. അപ്പം നമുക്ക് തീയൽ വെക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഞാൻ വറുത്ത് നേരത്തെ വെച്ചിട്ടുമുണ്ട്. തേങ്ങ വറുത്തതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ തേങ്ങയും വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും തീയൽ വെക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തീയലല്ലേ, അപ്പം ഗരം മസാലപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുരുമുളകും എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനകത്തൊരു സവോളയും പച്ചമുളകും വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ചാണ് ഉപ്പിട്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വറുത്തത് ഞാനൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. സാധാരണ ഞാൻ ചോപ്പറിനകത്തിട്ടാണ് ക്യാബേജ് അരിയുന്നത്. ഇന്ന് ഞാനോർത്ത് കൈ കൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. ചില സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെ ചോപ്പർ കൊണ്ട് അരിയുമ്പോൾ കൈക്ക് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാനോർത്ത് ഇതിങ്ങനെ ചെയ്യാമെന്ന്. ഇതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മുടെ കറിക്കുള്ള അരപ്പെല്ലാം അരച്ച് കറിക്കകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിലേക്കൊന്ന് കടുകും കൂടെ താളിച്ചൊഴിക്കണം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ധൃതിയിലുള്ള പരിപാടികളാണ്. ഇതെല്ലാം പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കണം. കാരണം ചോറുംപൊതി കൊണ്ടുപോകണം, അവർക്ക് കഴിക്കാനുള്ളതും ഉണ്ടാക്കണം. പക്ഷേ എനിക്കും രാഹുലിനും മാത്രം കഴിക്കാൻ ഉണ്ടാക്കിയാൽ മതിയേ. അതുകൊണ്ട് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്കുള്ള കടുകും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഈ ചട്ടിയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാബേജും കൂടി ഒന്ന് തോരൻ വെച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ പിന്നെയും അടുപ്പത്ത് നമ്മുടെ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുക നമ്മുടെ ക്യാബേജും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവോളയും കൂടിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊക്കെ എളുപ്പപ്പണിയായിട്ട് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അല്ലാത്തതൊക്കെയാണ് മീനോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലാണ് നമുക്ക് രാവിലെ പാട്. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ വറക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനായിരുന്നു. അത് ഞാൻ ക്ലീൻ ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ എനിക്കും രാഹുലിനും മാത്രം മതി അടയാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പടയാണ് ഉണ്ടാക്കുന്നത്. അതും കൂടി ഒന്ന് ഉണ്ടാക്കാനായിട്ടെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയായതിന് ശേഷം വേണം നമുക്ക് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കറികളെല്ലാം ഇവിടെ
റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് തീയലും അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് തോരനും ചെമ്മീൻ വറുത്തതും എല്ലാം റെഡിയായിട്ടുണ്ട്. പിന്നെ വേണ്ട ഗോതമ്പട ഞാൻ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കല്ലിൽ ഇങ്ങനെ പരത്തിയാണ് ഗോതമ്പട സാധാരണ ഉണ്ടാക്കുന്നത്. പിന്നെ ചായക്കുള്ള പാലാണ് കപ്പിനകത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ കപ്പിനകത്ത് വെക്കുന്നത്. ഇതാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ട് ചെറിയ അടുപ്പേ വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസുമായിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.